നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പട്ടുപാവാട ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്നാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്തതെന്നൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് വരുന്നത്. ഒരു 8 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുടെ അളവിലാണ് നമ്മൾ ഇന്നിവിടെ തയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ ഒരു നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ചാണ്. ഷോൾഡർ 3 ഇഞ്ച് വരുന്നുണ്ട്. ആം ഹോൾ വരുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 7 ഇഞ്ചാണ് വരുന്നത്. ഞാൻ ബോഡിയിൽ നിന്നും എടുത്ത അളവല്ല, ഈ ഒരു ടോപ്പ് വേറൊരു ബ്ലൗസിൽ നിന്നും എടുത്ത അളവാണ് 7 ഇഞ്ച്. അപ്പോൾ 7 ഇഞ്ച് ചെസ്റ്റും അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നത് 6.5 ഇഞ്ചുമാണ്. അപ്പം നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമ്മൾ ലൂസ് കൂട്ടിയിടണം. അപ്പോൾ അതിനേക്കാൾ എളുപ്പം നമുക്ക് ബ്ലൗസിൽ നിന്നും അളവെടുക്കുന്നതാണ്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ആദ്യം ബ്ലൗസിൽ നിന്നും അളവെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു 7 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് വേസ്റ്റ്, അതുപോലെ തന്നെ താഴെയും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് ഒരു 1.5 ഇഞ്ച് ഞാനവിടെ തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് കൊടുക്കണം. കാരണം നമുക്ക് ബാക്കിൽ ഓപ്പണിംഗ് വരുന്നുണ്ട് ഹുക്കും മൈയും പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ 1/2 ഇഞ്ചും കൂടെ അതിൻ്റെ അകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തുണി കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു തുണി എടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണേ ആ ഒരു ലൈനിലേക്ക് തന്നെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തേക്കണത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 പീസും, അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് എങ്ങനെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത് നോക്കാം. നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്ലീവൊക്കെ പിടിപ്പിക്കാനുണ്ട്, ക്യാൻവാസ് വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചീത്ത വശത്ത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ചീത്ത വശത്താണ് വെച്ച് കൊടുക്കുന്നത്. എനിക്ക് സ്ലീവ് ഇവിടെ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ക്യാൻവാസിലാണ്. അപ്പോൾ അതുകൊണ്ട് ചീത്ത വശത്ത് വെച്ച് മൊത്തത്തിൽ നമ്മളൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ 2 പീസും അടിച്ചെടുക്കണം. ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് അടിച്ചെടുക്കണം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ 2 പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മുകളിലത്തെ സൈഡ് ഫോൾഡഡ് സൈഡാണ്. ആ ഫോൾഡഡ് സൈഡിലേക്ക് നമ്മളൊരു 4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു. അതിനുശേഷം താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സൈഡിലേക്കും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ സ്ക്വയർ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ അതാണ് വരയ്ക്കുന്നത്. അതിനുശേഷം ആ മുകളിൽ നിന്ന് വരുന്ന ആ ലൈൻ താഴേക്ക് നേരെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ നിന്ന് വരുന്ന ലൈന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്കിവിടെ ഒരു 4 ബോക്സുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴ്ഭാഗത്തെ രണ്ടാമത്തെ ബോക്സിലാണ് നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ആം ഹോൾ റൗണ്ട് 8 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ നിന്നൊരു 2.5 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിൽ നിന്നൊന്ന് ഷേപ്പ് ചെയ്ത് സ്ലീവിൻ്റെ ഷേപ്പിൽ നമ്മൾ ആ ഒരു ബോക്സിൽ വരച്ചെടുക്കണം. അതിൻ്റെ ഓപ്പണിംഗ് സൈഡ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഫുള്ളായിട്ട് ആ ഒരു വിഡ്ത്ത് മൊത്തം കൊടുത്തേക്കുകയാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഏറ്റവും ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന് നമുക്ക് ആ സ്ലീവ് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. 4 ഇഞ്ച് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ബോക്സ് ഇല്ല, അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം പഫ് വേണമെന്ന് ഉള്ളതിനാണ് ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണത്. നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പഫാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ നമുക്ക് ആ ഒരു താഴ്ഭാഗത്തേക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ ഒരു സ്ലീവിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഇങ്ങനെയാണ് സ്ലീവ് ഇരിക്കുന്നത്. കുറച്ച് വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം, എന്നാലും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ആ 4 ഇഞ്ച് കൊടുത്തേക്കണത് അതിങ്ങനെ നമ്മൾ വളഞ്ഞ് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ എൻഡ് ഭാഗത്ത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട്
എടുക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നത്. 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് നമ്മളവിടെ വെച്ച് കൊടുക്കുന്നത്. മുകളിൽ നമ്മൾ ചെറിയ പ്ലീറ്റ് ഇട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താഴെ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് പടി വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ഒരു നെക്കാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ലൈനിങ്ങിലേക്ക് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം സൈഡൊന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ ആ ഒരു ലൈൻ വരച്ചേക്കണുണ്ട്, ആ സെൻറ്റർ അവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതാണ്. നമുക്ക് 4 സൈഡും ഒന്ന് അഴിച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം 4 ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പീസ് രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 2.5 ഇഞ്ച് ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഒരു 3.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 3.5 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. ഒരു സ്ക്വയർ പോലെ വരച്ചതിന് ശേഷം നമുക്കൊരു റൗണ്ട് ഷേപ്പ് അതിൻ്റെ അകത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പീസ് ഇതുപോലെ എടുത്തിട്ടൊന്ന് മടക്കി വെച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൂടെ നെക്ക് പതിഞ്ഞ് കിട്ടും. നമ്മളിപ്പോൾ ആ ചോക്കിന് വരച്ചത് കറക്റ്റായിട്ടൊന്ന് പതിഞ്ഞ് കിട്ടും. അതൊന്ന് നേരെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ആ വരച്ച ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുമല്ലോ. അപ്പോൾ ഇത് വിട്ടു പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം എടുക്കുക. ഇത് ചീത്ത വശമാണ്. നല്ല വശം എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ആദ്യം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. സെൻറ്റർ ഇതുപോലെ ചോക്കും കൊണ്ടൊന്ന് വരച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ തന്നെ ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിൻ്റെയും സെൻറ്ററുകൾ ഒരുപോലെ വെച്ചതിന് ശേഷം ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക. കറക്റ്റ് നടുക്കായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ആ ഒരു പീസ് അവിടെ ഫിക്സ് ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തത്. അതിന് ശേഷം 2 സൈഡിലേക്കും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ കോർണറൊക്കെ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിച്ചെടുക്കാം. ഇനി ബാക്ക് നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു പീസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബാക്കിലെ നെക്കിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പീസില്ലേ, ആ ഒരു പീസിൻ്റെ ഫോൾഡഡ് സൈഡും നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ ഫോൾഡഡ് സൈഡും ഒരുപോലെ വെച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് വിട്ടിൽ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ അരിക് ഭാഗം ഒരു 4 ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. ഫുള്ളായിട്ട് നമ്മളത് മടക്കി അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ബാക്കിൽ ക്യാൻവാസ് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അതിന് ശേഷം ഇത് നെക്കിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ചിൽ അടിച്ചെടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം തിരിച്ചിടുക. വേണമെങ്കിൽ നമുക്കത് ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബാക്കിൽ ചെയ്ത് വെക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്കും വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും ഷോൾഡറുകൾ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു പീസ് കവർ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പ് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ നമ്മൾ ഹുക്കും അയ്യും പിടിപ്പിക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡ് നേരെ പകുതിയാക്കി മടക്കി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു 2 ഇഞ്ചിൻ്റെ 2 പീസ് എടുക്കുക. ഒരു പീസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലും ഒരു പീസ് റൈറ്റ് സൈഡിലും വെക്കാം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വെക്കുന്ന പീസ് ലൈനിങ്ങിൻ്റെ പീസാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിൻ്റെ പീസ് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം.
അതിനുശേഷം ഒന്ന് പതിച്ചടിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം. നമ്മൾ ബ്ലൗസിന് ഹുക്കും അയ്യൊക്കെ വയ്ക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് റൈറ്റ് സൈഡിലുള്ള പീസാണ്. അപ്പോൾ അതിൻ്റെ ചീത്ത വശത്ത്, അതായത് ബ്ലൗസിൻ്റെ ചീത്ത വശത്ത് നമ്മുടെ ആ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് അടിക്കുക. അതും 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസാണ് കേട്ടോ. അത് ഞാൻ മെയിൻ ക്ലോത്തിൻ്റെ പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ മടക്കി നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് പതിച്ചടിച്ചെടുക്കാം. അപ്പം മുകളിൽ നമുക്ക് തയ്യൽ തുമ്പ് അധികം ഉണ്ടെങ്കിൽ അതൊന്ന് 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വരത്തക്കവണ്ണം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത്. ഇനി സ്ലീവാണ്. സ്ലീവിൻ്റെ താഴെ കാൽഭാഗം വെച്ചിട്ടൊന്ന് മടക്കി അടിക്കാം. 1/4 ഇഞ്ച് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മടക്കി അടിച്ചതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടി വേണം എലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ എലാസ്റ്റിക് വെക്കാൻ എളുപ്പത്തിനായിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വലിച്ചു പിടിച്ച് കറക്റ്റായിട്ട് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളൊരു 10 ഇഞ്ച് ലെങ്ത്തുള്ള എലാസ്റ്റിക് എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ച് അടിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡ്, അതായത് നമ്മുടെ ആം ഹോളിനോട് യോജിപ്പിച്ച് വെക്കുന്ന ഭാഗം നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗം മുഴുവൻ പ്ലീറ്റ് ഇട്ടെടുക്കുക. 2 സൈഡിൽ നമ്മൾ 4 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രമേ പ്ലീറ്റ് ഇട്ടെടുക്കാവൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ബോഡി പാർട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ബ്ലൗസിലേക്ക് വെച്ച് കൊടുക്കാം. ബ്ലൗസിൻ്റെ സെൻറ്ററും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഒരുപോലെ വരത്തക്കവണ്ണം വെച്ചതിന് ശേഷം 2 സ്ലീവും ഇതുപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സൈഡ് ഭാഗവും ജോയിൻ ചെയ്ത് താഴ്ഭാഗവും കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.